നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തത്ര ശക്തിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യരിൽ എത്ര പേർ അവരുടെ ആന്തരിക ശക്തിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും? മനുഷ്യരുടെ യഥാർത്ഥ കഴിവിൻ്റെ വളരെ കുറച്ച് മാത്രമേ അവൻ തിരിച്ചറിയുന്നുള്ളൂ, പ്രയോജനപ്പെടുത്തുന്നുള്ളൂ എന്നറിയാമോ? ബാഹ്യ സമ്പർക്കങ്ങൾ മൂലമുണ്ടാകുന്ന ആകർഷണ ചുഴികളിൽപ്പെട്ട മനുഷ്യൻ അതിൽ വശംവദനായി തീരുകയാണ്. അവൻ്റെ കഴിവുകൾ പ്രയോഗിക്കാൻ കിട്ടുന്ന അവസരങ്ങളുണ്ട്, എന്നാൽ അവനത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. സാങ്കേതികവിദ്യ അതിൻ്റെ ഉപജ്ഞാതാക്കളുടെ തലച്ചോറിൻ്റെ വിശ്രമമില്ലാത്ത അധ്വാനത്തിൽ മാത്രം ഒതുങ്ങുന്നതിനാൽ അതിൻ്റെ ഉപഭോക്താക്കളുടെ മസ്തിഷ്കത്തെ, ചിന്തകളെ പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യം ഉപഭോക്താക്കൾക്കില്ല. കാരണം അവർ ആഗ്രഹിച്ച രീതിയിൽ ആഗ്രഹിച്ചത് ക്ലേശങ്ങൾ കൂടാതെ അവരുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എത്തിയതോടെ മനുഷ്യൻ്റെ ചിന്താശേഷിയെയും സർഗവാസനകളെയും മരവിപ്പിച്ചു തുടങ്ങി. നമ്മുടെയൊക്കെ അന്തരാളത്തിൽ ആരും അറിയാതെ കിടക്കുന്ന ആത്മശക്തിയെ, കഴിവുകളെ, ഭാവനയെ ഉണർത്തുന്ന തിരിച്ചറിവുകൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ അറിയാതെ പോകുന്നത്? അത് തിരിച്ചറിയാതെ കായിക ബലത്തിൻ്റെ ശക്തിയെ പരമാവധി വലുതാക്കാനാണ് മനുഷ്യന് താല്പര്യം. ജീവിതത്തിലുണ്ടാകുന്ന നിർണായക ഘട്ടങ്ങളിൽ നമ്മളെപ്പോലും അറിയിക്കാതെയാണ് ഉള്ളിൽ നിന്നും പല തീരുമാനങ്ങളും പുറത്തു വരുന്നത്. വലിയ കുഴപ്പങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നതിന് മുമ്പ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് ആന്തരിക ശക്തിയുടെ ഇടപെടലായിരുന്നുവെന്ന് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. വിഷമഘട്ടങ്ങളിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സാകെ പ്രക്ഷുബ്ധമാവും. ചുറ്റുപാടിലുണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളിൽ ആടി ഉലയുന്ന മനസ്സിന് ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കത്തുമില്ല. മനസ്സിനെ ശാന്തമാക്കാൻ വളരെയധികം യത്നിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ആറാം ഇന്ദ്രിയം എന്ന് വിശേഷിപ്പിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ മയങ്ങുന്ന ശക്തി അത് തനിയെ പുറത്തു വരും. ആ ശക്തിയാണ് നമ്മളെ പല അപകടങ്ങളിൽ നിന്നും, കുഴപ്പം പിടിച്ച സ്ഥലങ്ങളിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരുന്നതും മാറ്റി നിർത്തുന്നതും. ആ ശക്തി തന്നെയല്ലേ മാറാ രോഗങ്ങളിൽ നിന്ന് പോലും പലരെയും ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള പ്രേരണ, ധൈര്യം, ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നതും മറ്റൊന്നുമല്ല. ശുഭദിനം.